ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആരി വർക്ക് ഡിസൈൻ വന്നിട്ട് ഒരു ബ്രൈഡൽ ബ്ലൗസിനൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഡിസൈൻ ആണ് കേട്ടോ. കസവ് ബ്ലൗസിനൊക്കെ നല്ലപോലെ മാച്ചിങ് ആയിരിക്കും. ത്രെഡ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നൈലോൺ ത്രെഡും, നീഡിൽ വന്നിട്ട് അയൺ ആരി വർക്കിന്റെ നീഡിൽ തന്നെയാണ് ബീഡ്സിന്റെ. പിന്നെ കോപ്പർ കളർ ഷുഗർ ബീഡും അതിന്റെ വലിയ ബീഡ്സും ആണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. കാരണം കഴിഞ്ഞതിന് നമ്മൾ ഗോൾഡ് അല്ലേ ഉപയോഗിച്ചത്. ഇതിൽ വന്നിട്ട് പർപ്പിൾ കളറാണ് ഞാൻ മെയിൻ ആയിട്ടൊന്ന് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അതിന്റെ ബീഡ്സും പർപ്പിൾ കളർ ലീഫിന്റെ സ്റ്റോൺസും ആണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലൂ വന്നിട്ട് B7000 തന്നെയാണ് കേട്ടോ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഈ ഡിസൈനിൽ വന്നിട്ട് ആദ്യം ഞാൻ ഷുഗർ ബീഡ് ഇട്ട് തുടങ്ങുന്നത് തന്നെ ആ W പോലെ നിൽക്കുന്ന സ്കാലപ്പില്ലേ അതിലാണ് കേട്ടോ. അതിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഡിസൈനിന്റെ അടുത്ത സ്റ്റോൺസ് വെക്കാനുള്ളതാവും. സ്റ്റോൺസ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഡിസൈൻ ചെയ്യാം. സോ ആ ഒരു സ്കാലപ്പാണ് നമ്മൾ ഫുള്ള് ഷുഗർ ബീഡ് ഇട്ട് ചെയ്യുന്നത് കേട്ടോ. ആദ്യം ഇവിടെ നമ്മൾക്ക് ഈ ഒരു സ്കാലപ്പിൽ നിന്ന് അടുത്ത സ്കാലപ്പിലോട്ട് പോകുമ്പോൾ നമുക്കൊരു പോയിന്റഡ് ആയിട്ടുള്ള ഡിസൈൻ കിട്ടാൻ വേണ്ടി ആ നിർത്തി വെച്ചിരിക്കുന്നിടത്ത് തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് അവിടെ ലോക്കായിട്ട് ഇടണം. എന്നിട്ട് അടുത്തതിലോട്ട് ബീഡ് ഇട്ട് പോവാവൂ. അല്ലെങ്കിൽ നമുക്ക് ആ പോയിന്റഡ് ആയിട്ടുള്ള ആ ഡിസൈൻ നമുക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ ഒരു വളഞ്ഞിരിക്കും. സോ ആ ഒരു ചെയിൻ സ്റ്റിച്ച് അവിടെ ഇടാൻ മറക്കരുത് കേട്ടോ. ഈ ഡിസൈനിൽ എവിടേക്ക് നമുക്ക് ഡിസൈൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ഇതിലോട്ട് പോകണം അവിടെയെല്ലാം ഞാൻ അങ്ങനത്തെ സ്റ്റിച്ച് ഇട്ടിട്ടാണ് അടുത്ത ഇതിലോട്ട് പോകുന്നത്. അങ്ങനെ നമുക്ക് പോയിന്റഡ് ആയിട്ട് കിട്ടത്തുള്ളൂ. ആൻഡ് ഇതിൽ ഈ സ്റ്റിച്ച് ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് സ്റ്റോൺ ആണ് കേട്ടോ വെക്കേണ്ടത്. ഈ ഡിസൈനിന് കോൺട്രാസ്റ്റ് കളറായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പർപ്പിളാണ്. അതുകൊണ്ടാണ് പർപ്പിൾ സ്റ്റോൺ വയ്ക്കുന്നത്. ഈ സ്റ്റോൺ വച്ചതിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. ഞാൻ ആദ്യം ഫിക്സ് ചെയ്തിരുന്നത് എന്തെന്ന് വെച്ചാൽ ഈ സ്റ്റോൺ വെച്ചിട്ട് അതിന് ഷുഗർ ബീഡ്സ് ഇട്ട് ഫുള്ള് റൗണ്ട് അടിക്കാമെന്നായിരുന്നു. പക്ഷേ ഇത് ഞാൻ വച്ച ഡിസ്റ്റൻസ് കുറച്ചും കൂടെ വയ്ക്കണമായിരുന്നു. ഞാൻ വച്ചപ്പോൾ വിചാരിച്ചു ഇത്രയും മതിയാവുമെന്ന്. പക്ഷേ അത് ഫുൾ ഒട്ടിക്കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് അത്രയും പോരാ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അത് ലാസ്റ്റ് മാറ്റുന്നുണ്ട്. മാറ്റിങ്ങിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ ലാസ്റ്റ് ചെയ്ത ഡിസൈൻ എളുപ്പത്തിന് ചെയ്ത് തീർക്കാനും പറ്റും. കറക്റ്റ് ആ ലീഫിൻ്റെ ഷേപ്പും കിട്ടും. അതിന് ഫസ്റ്റ് ഞാൻ വച്ചത് ഇതാണ് കേട്ടോ. എല്ലാത്തിലും ഞാൻ വച്ചു പോയി. പിന്നെ ഞാൻ വച്ച് കഴിഞ്ഞ് നമ്മുടെ താഴത്തെ 3 ലെയർ സ്റ്റിച്ചുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കിയപ്പോഴാണ് പറ്റിപ്പോയി എന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ ആ ഡിസൈൻ മാറ്റി. ആൻഡ് ഇതിൽ നമുക്ക് താഴെ വന്നിട്ട് നമ്മളെപ്പോഴും ആരി വർക്കിൽ കാണുന്ന ഡിസൈൻ തന്നെയാണ്. ആദ്യത്തെ ഷുഗർ ബീഡ് ഇട്ടുള്ള ഒരു ലൈന് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയ ബീഡ് ഇട്ടൊരു ലൈന്, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഷുഗർ ബീഡ് ഇട്ട് തന്നെ ചെയ്യും. ആൻഡ് ഇതെന്ന് വെച്ചാൽ എല്ലാ ബ്രൈഡൽ ഡിസൈനിലും നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് എല്ലാവരും ആദ്യം ചെയ്യുന്ന വർക്കും ഇതാണ്. ആരി വർക്കിൽ വന്നിട്ട് നമ്മളെല്ലാവരും ആ സെയിം കാര്യം തന്നെ ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. ഡിസൈനിൽ ഈ ബ്ലൂ ലൈൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിപ്പോൾ മാഞ്ഞു പോവോ ഇല്ലേന്ന്. ഇത് ഞാൻ വന്നിട്ട് അയൺ ചെയ്യുമ്പോൾ നമുക്ക് മാഞ്ഞു പോകുന്ന ഇങ്കുള്ള പേനയില്ലേ, ആ പെന്നിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട് മായുകയും ചെയ്യും. സ്റ്റോണിൻ്റെ പൊസിഷൻ ഞാൻ മാറ്റിയിട്ട് വീണ്ടും ചെയ്തെന്ന് പറഞ്ഞത് ഈ ഡിസൈനാണ് കേട്ടോ. ആൻഡ് ഇതിലെന്ന് വെച്ചാൽ 3 സ്റ്റോൺസ് ഞാൻ ഒരുമിച്ച് വെച്ചു. നേരത്തെ ഞാൻ കുറച്ച് ദൂരത്തോട്ടാക്കിയാണ് വെച്ചിരുന്നത്. പക്ഷേ ഇത് ഞാൻ 3 ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റോണ് മൊത്തത്തിലായിട്ട് ഞാനൊന്ന് ഒട്ടിച്ചു. അപ്പോൾ അത് എന്താ പറയുക വേറൊരു ഡിസൈനായി മാറി. ആ ഒരു ലീഫ് മാറി ഒരു പൂ പോലെ തന്നെ ആയി കേട്ടോ. ആൻഡ് അതിലും വന്നിട്ട് നമ്മൾ നിർത്തിയിട്ട് പോകുന്നിടത്ത് ഒരു ചെയിൻ ഇട്ടിട്ട് തന്നെ പോയി ഫുൾ ചുറ്റിച്ചെടുക്കണം. എൻ്റെ ചാനലിൽ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് കാണും താഴത്തെ ഡിസൈൻ എന്താണെന്ന്. താഴത്തെ ഡിസൈനും ഇതുപോലെ ഞാൻ ആരി വർക്ക് ട്യൂട്ടോറിയലായിട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഞാൻ ഇനിയും വീഡിയോസ് ഇടും. അടുത്ത് നമ്മൾ ആരി വർക്കിൽ കണ്ടിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. നമ്മൾ 3 ഷുഗർ ബീഡും ഒരു പേർപ്പിൾ ബീഡും പിന്നെ നമ്മുടെ ഒരു ഷുഗർ ബീഡും കൂടെ വെച്ച് ചെയ്യുന്ന ഒരു ബൂട്ടാസ് ഡിസൈനാണ്. അത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. എൻ്റെ സൗണ്ട് വന്നിട്ട് കുറച്ച് മാറിയിരിക്കുന്നത് എനിക്ക് കുറച്ച് വയ്യാതായതിലാണ്. വീഡിയോ 2-3 ദിവസം മുമ്പ് എടുത്തെങ്കിലും എഡിറ്റ് ചെയ്യാനും പറ്റാതായിപ്പോയി. ഇപ്പോഴാണ് ഇടാൻ പറ്റിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനത് ക്ലിയർ ചെയ്യാൻ നോക്കാം.
ഈ ഡിസൈനിൽ ആർച്ചിൻ്റെ ഇതിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സ്റ്റോൺസ് ഇല്ലേ, സ്റ്റോൺസിൻ്റെ ഇടയ്ക്ക് നിന്നാണ് അപ്പുറത്തെ ഡിസൈനിൽ രണ്ട് സ്റ്റോൺസിൻ്റെ ഇടയ്ക്കായിട്ടാണ് എൻഡ് ചെയ്യുന്നത്. സോ സ്റ്റാർട്ടിങ് എൻഡിങ്ങും ആ ഒരു കാര്യം നോക്കിക്കോണം കേട്ടോ. നമ്മുടെ ഡിസൈൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ട് നമുക്ക് ഒരു ഫീലിങ്ങും കൂടെ തോന്നിക്കാനും പിന്നെ ലൈനിൻ്റെ ഇടയ്ക്കുള്ള ആ ഡിസ്റ്റൻസ് ഒന്ന് കവർ ചെയ്തെടുക്കാനും കൂടെ ഷുഗർ ബീഡും വലിയ ബീഡും കൂടെ ഇട്ട് ഒരു ഡോട്ടും കൂടെ താഴോട്ട് കൊടുത്തേക്കാം. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഡിസൈൻ്റെ അവസാന ലുക്ക് ഇതാണ്. അതൊന്ന് ഞാൻ ജസ്റ്റ് അയൺ ചെയ്തൊന്ന് എടുക്കുന്നതാണ്, ലൈനൊക്കെ മാറ്റി. അപ്പോൾ അത് ഡിസൈൻ ഫുൾ ക്ലിയറായി കിട്ടി. ഞാനിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.